നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ്. ഈ യോഗം ചില നക്ഷത്ര ജാതകരിൽ വന്നു ചേരുമ്പോൾ വളരെയധികം മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സൗഭാഗ്യങ്ങളും ഭാഗ്യവും സമൃദ്ധിയും ഈ നക്ഷത്ര ജാതകർക്ക് നവപഞ്ചമ രാജയോഗം കൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ നവപഞ്ചമ രാജയോഗം എന്നാൽ ഗ്രഹനിലയിലെ 9ാമത്തെയും 5ാമത്തെയും ഭാവങ്ങളുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു നക്ഷത്ര ജാതകൻ വന്നു ചേരുമ്പോഴത്തേക്ക് വളരെയധികം സൗഭാഗ്യവും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുമാണ് ഉണ്ടാകാൻ സാധ്യതകളുള്ളത്. ഇത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളുമാണ്. നവപഞ്ചമ യോഗത്തിലെ പ്രധാന സവിശേഷതകൾ ഭാഗ്യവും സമൃദ്ധിയും സമ്പത്തും ധന ഉയർച്ചകളൊക്കെയാണ്. 5ാം ഭാവത്തെ സൂചിപ്പിക്കുന്നത് സന്താനലബ്ധിയുമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം മാറ്റവും നേട്ടങ്ങളുമാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഒട്ടനവധി മാറ്റങ്ങളാണ് ഈ നവപഞ്ചമ രാജയോഗം കൊണ്ട് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. എന്തു തന്നെയായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ സമർപ്പിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. നവപഞ്ചമ രാജയോഗത്താൽ 15 വർഷത്തിന് ശേഷം ജീവിതത്തിൽ അത്യപൂർവ മാറ്റങ്ങളും ഭാഗ്യങ്ങളും തേടി വരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 9 നക്ഷത്ര ജാതകരാണുള്ളത്. ഇത് 3 ജ്യോതിഷന്മാർ ചേർന്നിരുന്നെടുത്ത ഭാവി പ്രവചനമാണ്. ഒരു കാരണവശാലും ഇത് പരാജയപ്പെടുകയില്ല. 98% കൃത്യമായ പ്രവചനമാണ്. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഒട്ടനവധി മാറ്റവും നേട്ടങ്ങളും ഈ പ്രവചനം കൊണ്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തു തന്നെയാലും അശ്വതി നക്ഷത്ര ജാതകരാണ് ആ ഭാഗ്യം സിദ്ധിച്ചതിൽ ഒന്നാമതായിട്ടുള്ളത്. ഈ നക്ഷത്ര ജാതകർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിലെ വേദനകളും സങ്കടങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു യോഗത്താൽ നവപഞ്ചമ രാജയോഗത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകളാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. കഴിഞ്ഞുപോയ സമയങ്ങളിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉയർന്നു കിട്ടുന്നതായിരിക്കും. എന്തു തന്നെയാലും ജീവിതത്തിൽ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് കൊണ്ടുവരുവാനും കാരണമായി തീരുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന സമയമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് 3 ജ്യോതിഷന്മാരും ഒരുപോലെ പറയുന്ന കാര്യമാണ് നവപഞ്ചമ രാജയോഗം ഭരണി നക്ഷത്ര ജാതകരിൽ വന്നു ചേരുമ്പോൾ അത്യുന്നതങ്ങളിലേക്ക് നക്ഷത്ര ജാതകർ എത്തിച്ചേരുമെന്നുള്ളത്. തൊഴിൽ മേഖലയിൽ പ്രശസ്തി വർദ്ധിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ധനസംബന്ധമായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ നിൽക്കുന്നവർക്ക് വെച്ചടി കയറ്റമുണ്ടാകുന്നതായിരിക്കും. ധനാഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രശസ്തിയും നിങ്ങൾക്ക് ജീവിതത്തിൽ തേടി വരുവാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ആ സംരംഭങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് കഴിയുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം 98% ഈ പ്രവചനം കൃത്യമായിരിക്കും. നവപഞ്ചമ രാജയോഗം 15 വർഷത്തിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്. ഈ 3 ജ്യോതിഷന്മാരിൽ 2 പേരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അത്യപൂർവമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത്. അതായത് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ കൈവരിക്കുന്നത്. ഒട്ടനവധി ഉയർച്ചകളും ജീവിത വിജയങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. വലിയ വലിയ ഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത്.
അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ് നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ കടന്നു വരുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകുന്നത്. നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പൂർണ്ണമായും അകലുക തന്നെ ചെയ്യുന്നതായിരിക്കും. ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിലും അവർ ഇപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്നും അല്ലെങ്കിൽ നിൽക്കുന്നിടത്തു നിന്നും വളരെ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും എത്തുവാനുള്ള സാധ്യതകളാണ് കൂടുതലുമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുക, കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക, ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ശിവധാര നടത്തുക, അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നടത്തുക. ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകളും ഉന്നതികളുമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുള്ളത്. അതുപോലെ തന്നെ 108 തവണ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈ തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന സമയമാണ്. ഈ ജ്യോതിഷർ 3 പേരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുമെന്നുള്ളത്. ഏത് ദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും ജീവിതത്തിൽ മുന്നേറുവാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും ഒരുപോലെ വന്നു ചേരുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയുന്നതായിരിക്കും. എത്ര വലിയ കടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ലോട്ടറി ഭാഗ്യങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ തിരികെ പിടിക്കുവാൻ കഴിയുന്നൊരു സമയവും കൂടിയാണ്. അതിന് ഇനി നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്കുറപ്പായും ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. നവപഞ്ചമ രാജയോഗത്തിൽ പ്രവൃത്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളെ തകർക്കുവാൻ ഒരു വ്യക്തികൾക്കും കഴിയുകയില്ല. ഈ പ്രവചനം 98% കൃത്യമായ പ്രവചനം തന്നെയാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വിധേയപ്പെടുന്നൊരു കാലഘട്ടമാണ്. നവപഞ്ചമ രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് കിരീടം വെക്കാത്ത രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളുമാണ് മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഈ പുണർദം നക്ഷത്ര ജാതകർക്ക് നവപഞ്ചമ രാജയോഗ സമയങ്ങളിൽ കാണപ്പെടുന്നു. അടുത്ത ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. സർക്കാർ സർവീസുകളിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അധികാര കേന്ദ്രങ്ങളിൽ ബന്ധങ്ങളുണ്ടാകുന്നതായിരിക്കും. രാജാവിന് തുല്യമായിട്ടുള്ള അധികാരങ്ങൾ കൈയാളാവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ നവപഞ്ചമ രാജയോഗത്താൽ കഴിയുന്നതായിരിക്കും. ഈ യോഗങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതോടുകൂടി തന്നെ നിങ്ങൾ ശക്തനായി വളരുക തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതായിരിക്കും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടായാലും ശരി, സാമൂഹികപരമായിട്ടായാലും ശരി, നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ് സംരംഭങ്ങളിൽ വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഏത് പ്രതിസന്ധിയിലും നവപഞ്ചമ രാജയോഗത്ത് നിങ്ങൾക്ക് വളരെയധികം മികവ് കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ ഈ സമയങ്ങളിൽ തികഞ്ഞ ഈശ്വര വിശ്വാസം കൈവിടാതെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ഈ നവപഞ്ചമ രാജയോഗം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്രം ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന സമയമാണ്. നവപഞ്ചമ രാജയോഗത്താൽ ചോതി നക്ഷത്ര ജാതകർ വെട്ടിത്തിളങ്ങുക തന്നെ ചെയ്യുന്നതായിരിക്കും. സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ല. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നതും തുടക്കം കുറിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് 3 ജ്യോതിഷരും ഒരുപോലെ പറയുന്നു ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ സമ്പത്തിന് വളരെയധികം ഉയർച്ചയും വൻ ഭാഗ്യങ്ങളുമാണ് ജീവിതത്തിൽ തേടി വരുന്നത്. ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കുതിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും നവപഞ്ചമ രാജയോഗം കൊണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള
9 നക്ഷത്ര ജാതകർക്കും 15 വർഷത്തിന് ശേഷം നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ തന്നെ വൻ ഭാഗ്യാനുഭവങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഈ പ്രവചനം 98% കൃത്യമാണ്. ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല. ജീവിതത്തിൽ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും.